അനുമോളുടെ പിന്നാലെ നടന്ന് അക്ബർ ഇങ്ങനെ പാട്ടും പാടി അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അക്ബറിന് കിട്ടിയൊരു കഴിവാണ് പാരഡി. പെട്ടെന്ന് തന്നെ പാരഡി സോങ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അക്ബറിനുണ്ട്. പലപ്പോഴും നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ. എന്നാൽ അധികമായി അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്ത് ഇങ്ങനെ പാരഡി പാട്ടുകളൊക്കെ ഉണ്ടാക്കി പ്രേക്ഷകരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലാണ് അക്ബർ ഇപ്പോൾ തനിക്ക് കിട്ടിയ ആ ഒരു ജന്മസിദ്ധമായ കഴിവ് ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. 2-3 ദിവസമായി PR എന്നൊക്കെ പറഞ്ഞിട്ടും അനുമോളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവർ കുറച്ച് പാരഡി പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ട് നടന്ന് എപ്പോഴെങ്കിലും ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അത് പാടിപ്പിക്കും എന്ന് കരുതിയിട്ടായിരിക്കാം. എന്തോ അക്ബറിന്റെ തലയിൽ എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. അക്ബർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്ബർ നേരിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നാള് അക്ബറിന്റെ കൂടെയുള്ള ഓരോരുത്തരെ ഇറക്കി വിടുമായിരുന്നു അനുമോളുടെ നേർക്ക്. തുടക്കം തന്നെ റെനെ ആയിരുന്നു. പിന്നീട് അങ്ങനെ ഓരോരുത്തർ വന്നവരെല്ലാം പോയി ഇതാ കഴിഞ്ഞ ആഴ്ച ആകെയുള്ളൊരു കച്ചിത്തുരുമ്പായിരുന്നു ആര്യനും പോയി. ഇനിയിപ്പോൾ സ്വയം ഇറങ്ങിയാലേ പറ്റൂ. സ്വയം കളത്തിലിറങ്ങി തുടങ്ങി. ഇത്രയും നാൾ ഓരോരുത്തർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അവസാനം അക്ബറിന് തന്നെ കളത്തിൽ ഇറങ്ങേണ്ടതായിട്ട് വന്നു. ഇപ്പം അക്ബർ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അനുമോളെ ഡയറക്റ്റ് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ അക്ബർ നടത്തുന്നുണ്ട്. ഇതെല്ലാം ബിഗ് ബോസ് പ്രേക്ഷകർ എടുത്ത് കാണിക്കുന്നത് അനുമോളുടെ സ്വഭാവം പുറത്ത് കാണിക്കാനാണോ അതോ അക്ബറിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കാനാണോ? ഇത് ലൈവിൽ കാണുമ്പോൾ അക്ബർ എന്തിനാ അനുമോളെ മാത്രം ഇങ്ങനെ കോർണർ ചെയ്ത് നടക്കുന്നത്? വേറെ കണ്ടസ്റ്റൻസ് ഇല്ല അവിടെ? കുട്ടിയുടെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്തെന്താ? അത്തരത്തിലാണ് എനിക്ക് തോന്നിയത്. വിന്നർ അനുമോൾ ആകും എന്നുള്ളൊരു പേടി കൊണ്ടാണോ അക്ബർ അത്തരത്തിലൊക്കെ പെരുമാറുന്നതെന്ന് അറിയില്ല. അക്ബറിനുണ്ടാവില്ലേ ഭയം? നമുക്ക് നോക്കാം, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.